ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മ അപ്പുറത്തെ ലേബർ റൂമിന് വാതിക്കൽ മാറി നിന്ന് കരയുന്നത് കണ്ട സുസ്മിത സംശയത്തോടെ സത്യാമ്മയുടെ അരികിലെത്തി. ശാരദാമ്മ എന്തിനാണ് അപ്പുറത്ത് പോയി മാറി നിന്ന് സങ്കടപ്പെടുന്നത് എന്ന് അന്വേഷിച്ചു. അത് കേട്ട ഉടനെ തന്നെ സത്യാമ്മ ആകെ സംശയത്തോടെ സുസ്മിത പറഞ്ഞത് ശരിയാണോ എന്ന് അറിയുവാനായി വേഗം അപ്പുറത്തേക്ക് ചെല്ലുന്നു. അപ്പുറത്തെ ലേബർ റൂമിന്റെ വാതിക്കൽ നിന്ന് ശാരദാമ്മ അല്പം മാറി ആ വാതിക്കൽ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും കരഞ്ഞ് പ്രാർത്ഥനയോടെ നിൽക്കുന്നത് കണ്ടതോടെ സത്യാമ്മ അരികിലേക്ക് എത്തി ശാരദാമ്മയെ എന്ന് വിളിച്ചു. പെട്ടെന്ന് ശാരദാമ്മ കണ്ണു തുറന്ന് കണ്ണീരൊക്കെ തുടച്ചങ്ങനെ നിൽക്കുമ്പോ ശാരദാമ്മ എന്താ കാര്യം എന്നറിയാതെ വേഗം സത്യാമ്മയുടെ അരികിലേക്ക് എത്തി. സത്യാമ്മ അപ്പോഴേക്കും ചോദിച്ചു, ശാരദാമ്മ എന്താ ഇവിടെ വന്നെന്ന് കരയുന്നത്, എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് സത്യാമ്മ കാര്യം അന്വേഷിച്ചു. നിങ്ങളോടാ ചോദിച്ച ശാരദാമ്മേ, നിങ്ങൾ എന്തിനാ എവിടെ നിന്ന് കരയുന്നത്? ഉടനെ അകത്ത് ശാലിനി പ്രസവ വേദന കൊണ്ട് പൊളയുകയും മകളുടെ പ്രസവ വേദനയെ കുറിച്ച് ഓർത്ത് നിൽക്കുന്ന ശാരദാമ്മ ആകെ സങ്കടപ്പെടുമ്പോ ഉടനെ സുസ്മിത പറഞ്ഞു, ഉറപ്പായിട്ടും ഇതിലെന്തോ കള്ളത്തരം ഉണ്ട് ആന്റി, അതുകൊണ്ട് തന്നെയാ ഇവർ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ കാണുന്ന ലേബർ റൂമിനകത്ത് ഇവർക്ക് വേണ്ടപ്പെട്ട ആരോ ഉണ്ട്, അതുകൊണ്ടാണ് ഇവര് ഇവിടെ നിന്ന് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് സുസ്മിത ശാരദാമ്മയെ കുറ്റപ്പെടുത്തി പറയുന്നു. അതാരാണെന്ന് ഇവരുടെ നാവിൽ നിന്ന് വരുന്നതിന് വേണ്ടിയാ ഞാൻ ആന്റിയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. എന്താണെങ്കിലും ആന്റിയെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഈ റൂമിലുള്ള ആ പേഷ്യന്റ് ഇവരുടെ ആരായിരിക്കുമെന്ന് ഞാൻ തന്നെ പോയി നോക്കട്ടെ. ഇവര് പറഞ്ഞില്ലെങ്കിൽ എന്താ, ഞാൻ തന്നെ ആ റൂമിൽ കയറി നോക്കാം അതാരാണെന്ന്. ഇവരെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞ് സുസ്മിത ആ ലേബർ റൂമിന്റെ വാതിൽ തുറക്കാനായി പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ ദേഷ്യത്തോടെ സുസ്മിത എന്ന് വിളിച്ച് സുസ്മിതയെ പിടിച്ചു വലിച്ച് അവിടുന്ന് മാറ്റുന്നു. ഞാനേ ഇതുവരെ പച്ചവെള്ളം പോലും ഞാൻ ഇറക്കിയിട്ടില്ല. എന്റെ മോളുടെ കാര്യം ഓർത്തിട്ട് എന്റെ മോളെയും കുഞ്ഞിനെയും രണ്ട് പാത്രമാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. അത് അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തണമെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ നീ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഒരു അമ്മയുടെ വേദന മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നീയും ഒരു കുഞ്ഞിനെ പ്രസവിക്കണം. എന്നാലേ ഒരു പെറ്റ അമ്മയുടെ മനസ്സിന്റെ വേദന തിരിച്ചറിയാൻ കഴിയൂ. നീ വരച്ച വരയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് മാത്രമേ, ആ വരയ്ക്കുള്ളിൽ നിന്ന് മാത്രമേ പ്രാർത്ഥനയും എന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥനയും കരച്ചിലും ഒക്കെ പാടുള്ളൂ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് സത്യാമ്മയുടെ മുന്നിൽ വെച്ച് ശാരദാമ്മ സുസ്മിനോട് ദേഷ്യപ്പെടുന്നത് കാണുമ്പോ സുസ്മിത വേഗം സത്യാമ്മയുടെ നേരെ തിരിഞ്ഞു. ഭാമാന്റി, ഇത് ഇവരുടെ അവസാനത്തെ അടവാണ്. ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടാൻ പോകുന്നു എന്നറിയുമ്പോ എല്ലാവരെയും ഞെട്ടിക്കാനും എല്ലാവരുടെയും ചിന്ത വഴിതെറ്റിച്ച് വിടാനുമുള്ള ഇവരുടെ അവസാനത്തെ അടവാണ് ഈ ദേഷ്യപ്പെടലൊക്കെ. എന്തായാലും ആ ലേബർ റൂമിനുള്ളിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആരോ ഉണ്ട്, അതാരാണെന്ന് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ തന്നെ ഞാൻ തെളിയിക്കാം എന്ന് പറഞ്ഞ് സുസ്മിത അതിനകത്തേക്ക് കയറി പോകാൻ ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണു മുന്നിലേക്ക് കയറി വന്നു. അതെ, നിന്നോട് മാറി നിൽക്കാനാ പറഞ്ഞത്. ഇതോടെ നീ നിന്റെ ഈ കോപ്രായങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചോ, ഇല്ലെങ്കിൽ ഇതേ ഹോസ്പിറ്റലിൽ നീ അഡ്മിറ്റ് ആകേണ്ടി വരും. നിന്നെ ചവിട്ടി ഞാൻ നിന്റെ നട്ടലൊടിക്കും. എന്താ, അത് വേണോ എന്ന് വിഷ്ണു സുസ്മിതയോട് ചോദിക്കുമ്പോ സുസ്മിത ഭയന്ന് വിറച്ച് അല്പം മാറി വേഗം സത്യാമ്മയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഭാമാന്റി എന്ന് പറഞ്ഞിടും. സത്യമാവ് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നപ്പോഴേ എന്നോട് ഞാൻ പറഞ്ഞിരുന്നു മര്യാദയ്ക്ക് നിൽക്കുവാണെങ്കിൽ ഇവിടെ നിൽക്കാമെന്ന്. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, സത്യാമ്മേ, ഇവളുടെ ഉദ്ദേശം നമ്മളെയൊക്കെ കൂടുതൽ പ്രശ്നത്തിലാക്കുക എന്നത് തന്നെയാണ്. ഓരോ മനുഷ്യനെയും എങ്ങനെയൊക്കെ അവരെ വേദനിപ്പിക്കുക എന്നതാണ് ഇവൾ ആലോചിച്ച് നടക്കുന്നത് എന്ന് പറഞ്ഞു. സുസ്മിത പറഞ്ഞു, എന്റെ ഭാമാന്റി, അതല്ല, എനിക്ക് ചില സംശയങ്ങളുണ്ട്. ചില കാര്യങ്ങൾ കണ്ടതുകൊണ്ട് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്ന് സുസ്മിത പറയുമ്പോ ഉടനെ സത്യാമ്മ പറഞ്ഞു, ഇത്ര എന്തെങ്കിലും കാര്യങ്ങൾ നിനക്കിനി തോന്നിയാൽ അതിന് നീ ഞങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനൊന്നും നിൽക്കണ്ട. മുറ്റത്തിറങ്ങിപ്പോയി നീ സ്വയം നിന്റെ ശ്രദ്ധ അങ്ങ് ക്ഷണിച്ചാൽ മതി, മനസ്സിലായോ എന്ന് സത്യാമ്മ സുസ്മിതയെ ശകാരിക്കുന്നു. ഇനി ഇതുപോലെ എന്തെങ്കിലും കാട്ടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് സത്യാമ്മ സുസ്മിതയുടെ നേരെ ദേഷ്യപ്പെട്ടതിന് ശേഷം ശാരദാമ്മയുടെ നേരെ ചെന്നിട്ട് പറഞ്ഞു, ശാരദാമ്മ അവിടെ വന്നെന്ന് സമാധാനത്തോടെ പ്രാർത്ഥിച്ചു. കുഴപ്പമൊന്നുമില്ല. ഈ സുസ്മിത ഓരോന്നെല്ലാം പറഞ്ഞ് എരികേറ്റിയതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഉടനെ രോഹിത് പറഞ്ഞു, സത്യാമ്മേ, ഈ സുസ്മിത വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ. ഇവളുടെ വരവിന്റെ ഉദ്ദേശം അത് തന്നെയാണല്ലോ, നമ്മളെയൊക്കെ പ്രശ്നത്തിലാക്കണമെന്നത്. ശാരദാമ്മ, നമുക്ക് ശ്യാമയുടെ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് സത്യാമ്മ ശാരദാമ്മയെ വിളിച്ചിട്ട് അവിടുന്ന് പോകുന്നു. ഈ സമയത്ത് സുസ്മിത ആലോചിച്ചു, ദൈവമേ, ഞാൻ എന്തൊരു മണ്ടിയാണ്. ശ്യാമയുടെ റൂമിൽ ഈ സമയത്ത് ഇവരെന്തെങ്കിലും തിരിമറി നടത്തിയിരുന്നെങ്കിലോ, എന്റെ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി ഈ ശാരദാമ്മ മനഃപൂർവ്വം എന്തെങ്കിലും പണി കാണിച്ചതായിരുന്നെങ്കിലോ, ഞാൻ ഇതുപോലൊരു മണ്ടത്തരം കാണിക്കാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ ശ്യാമയുടെ റൂം അതല്ലേ, അവിടെ തന്നെയായിരുന്നു ഞാൻ നിൽക്കേണ്ടിയിരുന്നത് എന്നെല്ലാം സുസ്മിത ആലോചിച്ചുകൊണ്ട് വേഗം സത്യാമ്മയുടെ അരികിലേക്ക് വന്നു നിൽക്കുന്നു. ഈ സമയത്ത് ശാരദാമ്മ പ്രാർത്ഥിച്ചു, ഭാഗ്യം, ദൈവം രക്ഷിച്ചു എന്ന് മനസ്സൊരുക്കി അങ്ങനെ പ്രാർത്ഥനയോട് നിൽക്കുമ്പോൾ സത്യാമ്മ ശാരദാമ്മ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് ശാരദാമ്മയോട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാനായി സത്യാമ്മ സമ്മതിച്ചു.
അത് കണ്ടതോടെ ശാരദാമ്മ സമാധാനത്തോടെ ഒരാശ്വാസമായല്ലോ എന്ന സമാധാനത്തിൽ അങ്ങനെ സത്യാമ്മയുടെ ആ അനുവാദം കൂടി കിട്ടിയതിന്റെ ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി വേദന കാരണം വല്ലാത്ത അവസ്ഥയിൽ അങ്ങനെ എത്രയും വേഗം ആ പ്രസവ വേദന മറികടന്ന് കുഞ്ഞിന് ജന്മം നൽകിയാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ സത്യാമ്മയും ശാരദാമ്മയും ഒക്കെ അങ്ങനെ നിൽക്കുമ്പോൾ സത്യാമ്മ ശാലിനിക്ക് വേണ്ടിയും ശാലിനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയും അത് ശാലിനിയാണെന്ന് പോലും അറിയാതെ അതിനു മുൻപ് തന്നെ പ്രാർത്ഥിച്ചു. ഈ സമയത്താണ് ശാലിനിയുടെ പ്രസവവേദന അവിടെ കലശലായിക്കൊണ്ടിരിക്കുമ്പോൾ സുസ്മിത സത്യാമ്മയോട് ചോദിച്ചു, ആന്റി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? അത് കേട്ട ഉടനെ സത്യാമ്മ ചോദിച്ചു, ഇനിയും നിന്റെ ശ്രദ്ധ ക്ഷണിക്കലാണോ എന്ന് ചോദിച്ചപ്പോ സുസ്മിത പറഞ്ഞു, അല്ല ആന്റി, ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. അത് കേട്ട ഉടനെ ഇത് ശ്യാമയ്ക്ക് ഗുണമുള്ളൊരു കാര്യം തന്നെയാ എന്ന് പറഞ്ഞപ്പോ സത്യാമ്മ പറഞ്ഞു, ദേ ഇനിയും നീ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാ വന്നെങ്കിൽ നിന്റെ കർണക്കുറ്റി അടിച്ച് ഞാൻ പൊളിക്കും എന്ന് സത്യാമ്മ പറയുമ്പോ ഉടനെ സുസ്മിത പറഞ്ഞു, അല്ല ആന്റി, ഇത്രയും നേരമായിട്ടും ശ്യാമയ്ക്ക് പെയിനൊന്നും തുടങ്ങിയില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടും സത്യാമ്മ പറഞ്ഞു, അതെ. ഉടനെ സുസ്മിത ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ശ്യാമയുടെ അരികിൽ പോയിരുന്നാലോ? കാരണം ഇങ്ങനെയൊക്കെ ഈ സമയത്തൊക്കെ പ്രസവത്തിന് മുൻപ് പെൺകുട്ടികൾക്ക് വല്ലാത്ത ടെൻഷനും ആശങ്കയൊക്കെ ഉണ്ടാവുന്നല്ലേ പറയുന്നത്. അപ്പോ നമ്മളൊക്കെ അരികിലുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ കുറയുമല്ലോ. അത് കേട്ട ഉടനെ വിഷ്ണു ശ്യാമയോടുള്ള സുസ്മിതയുടെ ആ സ്നേഹത്തെ കുറിച്ച് കേട്ടിട്ട് വിഷ്ണു ഒട്ടും താല്പര്യമില്ലാതെ സുസ്മിതയെ നോക്കി. ഈ സമയത്ത് ശ്യാമയുടെ അരികിലേക്ക് പോകുന്നതിനെ കുറിച്ച് സുസ്മിത പറഞ്ഞത് കേട്ട് സത്യാമ്മ വേഗം ചാടി എഴുന്നേറ്റു. എന്തായാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സുസ്മിത ചോദിക്കുമ്പോ സത്യാമ്മ അരികിൽ ചെന്ന് സുസ്മിത തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഓ ആദ്യമായിട്ടാ നീ ഒരു നല്ല കാര്യം പറഞ്ഞത് എന്ന് സത്യാമ്മ സുസ്മിതയോട് അറിയിച്ചു. അപ്പോഴേക്കും അപ്പുറത്ത് മാറി നിന്നിരുന്ന ശാരദാമ്മ സുസ്മിതയുടെ ആ ആഗ്രഹം കേട്ടപ്പോഴേക്കും ശാരദാമ്മ ആകെ ടെൻഷനിലായി. ഉടനെ സുസ്മിത മനസ്സിൽ പറഞ്ഞു, അല്ല ഭാമാൻറ്റി, ഇത് നല്ല കാര്യമൊന്നുമല്ല, ഇനിയല്ലേ അവിടെ കളി നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സുസ്മിത അകത്തേക്ക് പോകാനായി അവരോടൊപ്പം കയറി. വിഷ്ണുവും രോഹിത്തും സത്യാമ്മയും ശ്യാമയുടെ റൂമിലേക്ക് കയറി കഴിയുമ്പോൾ പിന്നാലെ സുസ്മിതയും അവിടേക്ക് പോയി. ഈ സമയത്ത് ശാരദാമ്മ ശാലിനിയുടെ കാര്യം അറിയാതെ ആകെ ടെൻഷനോടെ അവിടെ നിൽക്കുകയാണ്. ഉടനെ ശാലിനിയോട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഡോക്ടർ ശാലിനി ഒന്നുകൂടെ ശ്രമിക്കൂ എന്ന് പറഞ്ഞ് ശാലിനിയോട് പ്രസവ വേദന കാരണം വല്ലാതെ ബുദ്ധിമുട്ടുന്ന ശാലിനിയോട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാനായി ശാലിനിയോട് പറയുന്നു. ഈ സമയത്ത് ശ്യാമയുടെ അരികിലേക്ക് രോഹിത്തും വിഷ്ണുവും സത്യാമ്മയും എത്തി. ഒപ്പം സുസ്മിത കൂടി പിന്നാലെ വന്നത് കണ്ട് ശ്യാമയ്ക്ക് കാര്യം ഏകദേശം മനസ്സിലാവുന്നു. സുസ്മിത എന്തോ കുഴപ്പം ഒപ്പിക്കാനായി വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശ്യാമ ആകെ ടെൻഷനോടെ ആ ബെഡിൽ അങ്ങനെ ഇരുന്നു. എന്തായിരിക്കുന്നുണ്ടാകും കുഞ്ഞേച്ചിയുടെ കാര്യം, എന്താകും ഇപ്പോ അവിടുത്തെ അവസ്ഥ എന്നൊക്കെ ഓർത്തായിരുന്നു ശാലിനിയുടെ ടെൻഷൻ. അപ്പോഴേക്കും ശാരദാമ്മ വാതുക്കൽ തന്നെ പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുകയാണ്. ദേവി, എല്ലാം നീ തന്നെ തുണയ്ക്കണേ എന്ന് പ്രാർത്ഥനയോടെ സത്യാമ്മയുടെയും മറ്റുമൊക്കെ കണ്ണുവെട്ടിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ അങ്ങനെ ശാരദാമ്മ നിൽക്കുമ്പോൾ ശാലിനിയുടെ പ്രസവം സുഖകരമായി നടക്കുന്നു. ശാലിനി പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിന്റെ കരച്ചിൽ പുറത്തേക്ക് കേട്ടതോടെ ശാരദാമ്മയ്ക്ക് ആശ്വാസമായി. തന്റെ കുഞ്ഞിന്റെ അവസ്ഥ ഇപ്പോ ഏത് രീതിയിലായിരിക്കുമെന്ന് അറിയാനായി ശാരദാമ്മ വേഗം ലേബർ റൂമിലേക്ക് ഓടിയെത്തി. ശാലിനിയുടെ പ്രസവം നടന്നെന്നുള്ള ആശ്വാസത്തിൽ ശാരദാമ്മ സമാധാനത്തോടെ നിൽക്കുമ്പോൾ ഡോക്ടർ കുഞ്ഞിനെ കയ്യിലെടുത്തത് ശാലിനിയോട് പറഞ്ഞു, ശാലിനി പെൺകുഞ്ഞ. ഉടനെ തന്നെ ശാരദാമ്മ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞു. ശാരദാമ്മ അരികിലേക്ക് വന്ന് നോക്കുമ്പോൾ ശാലിനിയെ ഡോക്ടർ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും ശാരദാമ്മയും അവിടേക്ക് എത്തി. ശാരദാമ്മ വന്ന് കയറിയ ഉടനെ തന്നെ കുഞ്ഞിനെ കണ്ടതോടെ ശാരദാമ്മയ്ക്കും വലിയ സന്തോഷമായി. ആ കുഞ്ഞിനെ നോക്കി ശാരദാമ്മ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ശാലിനിയെ മാറി മാറി നോക്കുമ്പോൾ ഡോക്ടറും ശാരദാമ്മയും ഒക്കെ സമാധാനത്തോടെ ശാലിനിക്ക് സുഖപ്രസവം നടന്നതിന്റെ സന്തോഷത്തിൽ അങ്ങനെ നിന്നു. ഉടനെ ഡോക്ടർ അരികിലേക്ക് എത്തിയതും ഡോക്ടർ ശാലിനിയോട് പറഞ്ഞു, ശാലിനി നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ നടന്നല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ ഇനി എന്ത് ചെയ്യും ശാലിനി എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, അമ്മേ ഇനി കുഞ്ഞിനെ ശ്യാമയുടെ അരികിൽ എത്തിക്കണം അമ്മേ, ശ്യാമയുടെ അരികിൽ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുക്കണം. അത് കേട്ട ഉടനെ തന്നെ ശാരദാമ്മ ചോദിച്ചു, മോളെ നീ ഇത്ര വേഗം എന്ന് പറഞ്ഞപ്പോ ഉടനെ ഡോക്ടർ പറഞ്ഞു, അല്ല ശാലിനി, ഇപ്പോ ശ്യാമയുടെ റൂമിൽ കുഞ്ഞിനെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമല്ലേ എന്നായിരുന്നു ഡോക്ടറുടെ ചോദ്യം. ഉടനെ തന്നെ ശാരദാമ്മ പറഞ്ഞു, എടി മോളെ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു, അമ്മ കരയരുത്. ശാരദാമ്മ അപ്പോഴേക്കും സങ്കടത്തോടെ കരയാൻ തുടങ്ങുന്നത് കണ്ട് ശാലിനി പറഞ്ഞു, അമ്മേ, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയായ സ്ത്രീ അമ്മയാണ്.
അമ്മയ്ക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയും. അമ്മ തളർന്നു പോയാൽ എന്റെ ശക്തിയും ചോർന്നു പോവും. എനിക്ക് എന്റെ കണ്ണുകൾ മറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് എന്റെ കണ്ണിൽ മൂടൽ ബാധിക്കും. അമ്മ ഒരു കാരണവശാലും തളർന്നു പോകരുത്. അമ്മ എന്റെ ഒപ്പമുണ്ടെന്നുള്ള ധൈര്യമാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി. അതുകൊണ്ട് എന്റെ അമ്മ ഒരിക്കലും തളർന്നു പോകരുത് എന്ന് ശാലിനി ശാരദാമ്മയോട് അറിയിച്ചു. ശാരദാമ്മ അത് കേട്ട് തലയാട്ടുമ്പോ ഉടനെ ഡോക്ടർ പറഞ്ഞു, ശാരദാമ്മേ, എങ്ങനെ നമ്മള് ഈ കുഞ്ഞിനെ ശ്യാമയുടെ അരികിൽ എത്തിക്കും? ശ്യാമ ഇപ്പൊ റൂമിലല്ലേ എന്ന് ചോദിച്ചപ്പം, അതെ അതെ ഡോക്ടറെ, ഇപ്പോ അവരെല്ലാവരും റൂമിലുണ്ട് എന്നറിയിച്ചു. പോരാത്തതിന് സുസ്മിതയും എന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു, സുസ്മിതയോ? അതേ മോളെ, സുസ്മിതയും വന്നിട്ടുണ്ട്. അവളും വന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ചോദിച്ചു, ശാലിനി, നമുക്ക് കുഞ്ഞിനെ ശ്യാമയുടെ അരികിൽ എത്തിക്കുക എന്ന് പറഞ്ഞത് അതത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം കുഞ്ഞിനെ ഈ കോറിഡോറിലൂടെ വേണ്ടേ ശ്യാമയുടെ റൂമിലേക്ക് എത്തിക്കാൻ. കോറിഡോറിലാണെങ്കിൽ അവർ നിൽപ്പുണ്ട് താനും. മാത്രമല്ല, ശ്യാമയുടെ റൂമിൽ നിന്ന് അവരെ എനിക്ക് പുറത്താക്കാൻ കഴിയും. പക്ഷേ കോറിഡോറിൽ അവർ നിൽക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അത് മാത്രമല്ല, ഇതുവരെയുള്ള റൂൾസിനൊക്കെ വിപരീതമായിട്ട് എന്തെങ്കിലും പുതിയൊരു തീരുമാനം എടുത്താൽ തന്നെ അത് മറ്റുള്ളവർക്ക് സംശയം തോന്നാൻ ഇടയാക്കുകയും ചെയ്യും. ആർക്കും സംശയം തോന്നാതെ നോർമലായിട്ട് ശ്യാമയുടെ പ്രസവം നടന്നു എന്ന രീതിയിൽ വേണ്ടേ നമുക്ക് കുഞ്ഞിനെ അവിടെ എത്തിക്കാൻ. അത് നമ്മൾ ചിന്തിച്ചാൽ അതിപ്പോ നടപ്പിലാക്കുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോ കോറിഡോറിലൂടെ ആ കുഞ്ഞിനെ ശ്യാമയുടെ റൂമിൽ എത്തിക്കുക എന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അവരെല്ലാവരും അവിടെ ഉള്ള സ്ഥിതിക്ക് എന്ന് പറഞ്ഞപ്പോ ശാലിനി ആകെ ടെൻഷനിലായി. ഡോക്ടർ അപ്പൊ ഇനി എന്താ ചെയ്യുക എന്ന് ആലോചിച്ച് ശാലിനി ആകെ ടെൻഷൻ അടിക്കുമ്പോൾ പെട്ടെന്ന് ശാരദാമ്മയും ശാലിനിയും വിഷ്ണുവിന്റെ കണ്ണു മറച്ച് എങ്ങനെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കടക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചപ്പോ കൃത്യസമയത്ത് കറണ്ട് കട്ടായതും ആ ഒരു സാഹചര്യത്തിൽ ശാരദാമ്മയെയും ശാലിനിയെയും കൃത്യമായി ഡോക്ടർക്ക് ലേബർ റൂമിൽ എത്തിക്കാൻ കഴിഞ്ഞത് ശാലിനി ഓർമ്മിച്ചു. ഉടനെ തന്നെ ശാലിനി ചോദിച്ചു, ഡോക്ടറെ, അതിനൊരു വഴിയുണ്ട്. കറണ്ട് പോയാൽ പിന്നെ കോറിഡോറിലൂടെ കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ലേ എന്ന് ശാലിനി ഡോക്ടറോട് അതിനു വേണ്ട ഏത് രീതിയിലാണ് കുഞ്ഞിനെ അവിടെ എത്തിക്കേണ്ടത് എന്നതിന് വേണ്ടിയുള്ള ആ ഒരു വഴി ഡോക്ടർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും ഡോക്ടർ ചോദിച്ചു, ശാലിനി, അത് പ്രാക്ടിക്കൽ ആകുമോ ശാലിനി എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എങ്ങനെയെങ്കിലും അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ ഡോക്ടർ പറഞ്ഞു, ശരി, നമുക്ക് നോക്കാം ശാലിനി എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, എന്റെ ശ്യാമ, അവൾക്ക് അവളുടെ ജീവിതം തകരാൻ പാടില്ല. മറ്റാരും ഇതൊരു കാരണവശാലും അറിയുകയും ചെയ്യരുത്. ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ശരി, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം ശാലിനി എന്ന് ഡോക്ടർ സമ്മതിച്ചു. ഉടനെ തന്നെ ഡോക്ടർ വേഗം പുറത്തേക്ക് പോകാനായി തയ്യാറായി. കുഞ്ഞുമായിട്ട് അപ്പോഴേക്കും നേഴ്സ് അവിടേക്ക് എത്തുന്നു. നേഴ്സ് കുഞ്ഞിനെ ക്ലീൻ ചെയ്ത് അരികിലേക്ക് കൊണ്ടുവന്നതും ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കാനായി ഡോക്ടർ അറിയിച്ചു. ശാലിനിയെ പതുക്കെ ഡോക്ടറും ശാരദാമ്മയും കൂടി എഴുന്നേൽപ്പിച്ച് ഇരുത്തുന്നു. അതിനുശേഷം ശാലിനിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ ആ നേഴ്സ് നൽകി. ശാലിനി ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച്, ഇനി കുറച്ചു നേരം കൂടി മാത്രമല്ലേ എൻ്റെ കൂടെ പൊന്നുമോളെ നീ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശാലിനിയുടെ ചൂട് പറ്റി ആ കുഞ്ഞങ്ങനെ ഇരിക്കുന്നത് ശാരദാമ്മ നോക്കി മോളെ എന്ന് വളരെ ദയനീയമായി വിളിച്ചു. ഉടനെ ശാലിനി ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച്, ഇനി അധിക നേരം ഈ ചൂട് പറ്റിയിരിക്കാൻ അവൾക്ക് കഴിയില്ലല്ലോ എന്ന വേദനയിൽ ശാരദാമ്മ തൻ്റെ മകളുടെ കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് ചേർത്ത് ഇരിക്കാനായി കൊടുക്കണം. അപ്പോഴേക്കും ശാലിനി കുഞ്ഞിന് പാല് കൊടുക്കാനായി തയ്യാറായി. അങ്ങനെ ശാലിനി ആ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമയുടെ റൂമിലേക്ക് എത്തിയ സുസ്മിതയ്ക്ക് ആകെ സംശയങ്ങളായി. ശരിക്കും ഇത് പാട് വല്ലതുമാണോ അതോ ശരിക്കുള്ള വയറാണോ, എങ്ങനെയൊന്ന് അറിയുക എന്ന് സുസ്മിത ആലോചിച്ചു. ഉടനെ സുസ്മിത വേഗം ശ്യാമയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ശ്യാമേ, ടെൻഷനുണ്ടോ? ടെൻഷനൊന്നും വേണ്ട കേട്ടോ, ഞങ്ങളെല്ലാവരും ഇല്ലേ ഇവിടെ എന്ന് പറഞ്ഞ് വേഗം ശ്യാമയുടെ വയറ്റത്ത് ശാലിനി സുസ്മിത കൈവെക്കുന്നു. വാവേ, വാവ പേടിക്കണ്ട കേട്ടോ, എത്രയും വേഗം വാവ ഉടനെ വരണം കേട്ടോ. ശ്യാമയ്ക്ക് ശിവപ്രസാദം തന്നെ ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിത ആ വയറ്റത്ത് കൈവെക്കുന്നു. സുസ്മിത കൈ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമ സുസ്മിത കൈ തട്ടി മാറ്റി. അപ്പോഴേക്കും വീണ്ടും സുസ്മിത ആ വയറ്റിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, വാവേ, വാവയുടെ വരവും കാത്ത് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് സുസ്മിത ഇതെങ്ങനെയൊന്ന് അറിയുക എന്ന് ആലോചിച്ച്, ഇത് പാട് തന്നെയാണോ അതോ വയറാണോ, എങ്ങനെയൊന്ന് അറിയുക എന്ന് ഓർത്തുകൊണ്ട് സുസ്മിത എന്താ ചെയ്യുക എന്ന് ആലോചിച്ച് പെട്ടെന്ന് ശ്യാമയുടെ വയറ്റിന് ഒന്ന് ഒറ്റ കുഞ്ഞാവേ എന്ന് പറഞ്ഞ് ശ്യാമയുടെ വയറിനേക്ക് ഞെല്ലുമ്പോഴേ ഒന്ന് ശരിക്കൊന്ന് അമർത്തി പ്രസ് ചെയ്യുമ്പോഴേക്കും ശ്യാമ നിലവിളിച്ചു.
അത് കേട്ട ഉടനെ രോഹിത് സുസ്മിതയെ തല്ലാനായി കൈ ഉയർത്തി. ഉടനെ തന്നെ വിഷ്ണുവും സത്യാമ്മയും ചാടി എഴുന്നേറ്റു. എന്താണ് നീ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, അയ്യോ സോറി സോറി, ഞാനൊന്ന് ചെറുത് ശ്യാമയെ ഒന്ന് സമാധാനിപ്പിച്ചപ്പോ അങ്ങനെ സംഭവിച്ച എന്ന് സുസ്മിത പറയുമ്പോഴേക്കും വിഷ്ണു സത്യാമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാ ഇപ്പോഴും ഇവിടെ അമ്മയുടെ കൂടെ കൊണ്ടു നടക്കുന്നത് എന്ന് വിഷ്ണു ദേഷ്യപ്പെട്ടപ്പോ സുസ്മിതയുടെ കാര്യമോർത്ത് സത്യാമ്മ പറഞ്ഞു, അത് ഞാനൊന്നും ഇവളെ കൊണ്ടു നടക്കുന്നതല്ലോ, ഇവളെ ഈ പിന്നാലെ വരുന്നതല്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞതാണല്ലോ സുസ്മിതെ, നീ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാണിച്ചാ നിനക്കിട്ട് ഞാൻ നല്ല തല്ല് തരുമെന്ന്. ഇനിയും നീ ഇതുപോലത്തെ പണി എന്തെങ്കിലും കാണിച്ചാണല്ലോ നിന്റെ കരണം ഞാൻ പുകയ്ക്കും എന്ന് സത്യാമ്മ സുസ്മിതയെ താക്കീത് ചെയ്തു. അപ്പോഴേക്കും രോഹിത് ശ്യാമയോട് ചോദിച്ചു, ശ്യാമേ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, ഏയ് ഇല്ല. അപ്പോഴേക്കും സുസ്മിതയ്ക്ക് ആകെ സംശയമായി. ഞാനൊന്ന് ചുമ്മാ തൊട്ടതല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഞാൻ ഉണ്ടാക്കിയില്ലല്ലോ, ഇവൾ ഇത്രത്തോളം ബഹളം വയ്ക്കാൻ അപ്പോ ഇതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്, അത് പാട് തന്നെയാ, അല്ല അതിന്റെ പരിഭ്രമവും ആവലാതിയും ഒക്കെയാ അവളാ കാണിച്ചത് എന്ന് സുസ്മിത മനസ്സിൽ ചിന്തിച്ചു. അപ്പോഴാണ് ഡോക്ടർ അകത്തേക്ക് എത്തിയത്. ഡോക്ടർ വന്നതോടെ സത്യാമ്മ ചോദിച്ചു, ഡോക്ടർ ഇന്നത്തേക്ക് ഡെലിവറി ഉണ്ടാവുമോ ഡോക്ടർ എന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ശ്യാമ പറഞ്ഞ ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 2 ദിവസം കൂടി ഉണ്ട്. അറിയാവല്ലോ 250 ദിവസമാണല്ലോ നമ്മൾ ഈ പ്രസവത്തിനായിട്ട് പറയുന്ന കാലാവധി. അതിന് മുൻപോ അതിനുശേഷം 1-2 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ പോകാനും സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഇവിടെ ഡെലിവറി ഉണ്ടാവുമെന്ന് പറയാനല്ല, എന്തായാലും ഫ്ലൂയിഡ് ഇട്ട് തുടങ്ങാം, എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം എന്ന് ഡോക്ടർ അറിയിച്ചു. അത് കേട്ടതോടെ സത്യാമ്മ പറഞ്ഞു, ശരി ശരി ഡോക്ടറെ എന്ന് പറഞ്ഞ് ഡോക്ടറോട് സമ്മതം മൂളി സത്യാമ്മ വിഷ്ണുവിനോടും രോഹിത്തിനോടും പറഞ്ഞു, വാ നമുക്ക് ഇറങ്ങാം. അപ്പോഴേക്കും സുസ്മിത ആലോചിച്ചു, ഇവളുടെ പ്രസവം അതെനിക്കൊന്ന് കാണണം, ഇവള് ഇന്ന് എങ്ങനെയാ പ്രസവിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. എന്തായാലും ഇവളുടെ പ്രസവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ട് തന്നെയുള്ളൂ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് സുസ്മിത മനസ്സിലു അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നു.